ഹായ് ഓൾ. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓണം ഫെസ്റ്റ് കാണാൻ വന്നതാണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് 100 രൂപയാണ് ഒരാൾക്ക്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. ഇതിവിടെ ഒക്ടോബർ 5 വരെ ഉണ്ടെന്നാണ് ഇവിടെ അവർ പറഞ്ഞത്. ഓണത്തിന് അവധിക്ക് വന്നവരൊക്കെ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. 100 രൂപയ്ക്ക് എന്തായാലും വലിയ നഷ്ടമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം കൊടുത്ത് അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഒരു ഗുഹ പോലെ അവരെന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ്സ് കൊണ്ട് അതവർ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ കടന്ന് ചെല്ലുന്നത് അവതാർ വേൾഡ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റിവിറ്റി അവരിവിടെ കൊണ്ടുവന്നേക്കുകയാണ്. കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ട് അത്യാവശ്യം ഭംഗിയാക്കി അവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം വന്ന് കാണാൻ 100 രൂപയ്ക്ക് എന്തായാലും നഷ്ടമൊന്നുമില്ല. അത്യാവശ്യം ഭംഗിയൊക്കെയുണ്ട്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഒരു റോബോട്ട് കൊണ്ട് അത് ഒരു പട്ടിയാണ് നമുക്ക് ഷെയ്ക്കാൻ്റൊക്കെ തരുന്നുണ്ട്. ഒരു പട്ടിയും ഒരു മനുഷ്യനും. അങ്ങനെ റോബോട്ടിനെ നേരിൽ കാണാൻ സാധിച്ചു. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എന്താ പറയുക, ശരിക്കും ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഫിലിമൊക്കെ കാണുമ്പം നമുക്ക് നേരിട്ടൊരു റോബോട്ടിനെ അടുത്ത് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. റിയലി ഇറ്റ്സ് നൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഷെയ്ക്കാൻ്റൊക്കെ കൊടുത്ത് ആ പട്ടിക്കുഞ്ഞും പിള്ളേരുടെ കൂടെയൊക്കെ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതെന്താ പറയുക, എന്തായാലും ഇറ്റ്സ് വെരി നൈസ്. പറ്റുന്നവരൊക്കെ വരിക, വന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് നമ്മൾ 3D വേൾഡ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മളെ അവരൊരു വേറെ ഒരു ലോകത്ത്, ഒരു മായാലോകത്തേക്ക് കൊണ്ടുപോകുന്നു.
ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയാം. എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടവും. അത് വന്നൊരു 10-15 മിനിറ്റ് നേരം നമ്മൾ ഈ ലോകത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നു നമ്മളെ അവർ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ വന്ന കുറച്ച് വേറെ ഫുഡ്, പലതരം ഫുഡുകളൊക്കെ ഉണ്ട്, ഒരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടത്തോട് വിട പറയുകയാണ്. പറ്റുന്നവരൊക്കെ വരിക, വന്ന് കാണുക.